ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എന്താണ് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുട്ട ബജീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതാ മുട്ട കുറച്ചെടുത്തിട്ട് നമ്മൾ പുഴുങ്ങാൻ വേണ്ടി വെച്ചേക്കുന്നത് അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ മുട്ട അവിടെ പുഴുങ്ങാൻ വേണ്ടി മാറ്റിച്ച സമയം കൊണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ബജിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. അതായത് കുറച്ചുകൂടി നമ്മൾ മാവ് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ ചിക്കൻ മസാലയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കല്ലോ കേട്ടോ. അതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് മാവ് ഒന്നായിട്ട് നല്ലോണം കൈകൊണ്ട് തന്നെ ലേശിച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കട്ടകളില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ, അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്ന വരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കും. ഇത്ര വെള്ളം മതി കേട്ടോ. ഇനി നമ്മുടെ മുട്ട ഇവിടെ ഫുള്ള് വെന്ത് വന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആ ചുടുവെള്ളം ഇതിലുള്ള മാറ്റിയിട്ട് പച്ചവെള്ളം ആക്കിയിട്ട് മുട്ട മൊത്തം തൊലി കളഞ്ഞ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള ചട്നി റെഡിയാക്കാം. അതിന് ഒരു മുറി തേങ്ങ എടുത്ത് ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ തേങ്ങ ചിരണ്ടിയിലേക്ക് നമ്മൾ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ലേശം വെള്ളം ഒഴിച്ചെടുക്കും. എന്നിട്ട് ഇത് കണ്ടില്ലേ, മല്ലിച്ചപ്പും കരിവേപ്പിലയും അതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയാണ് അതിലുള്ളത് കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ പുഴുങ്ങി വെച്ച മുട്ട നമ്മൾ 2 പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കും. ഫുള്ള് മുട്ടകൾ ഇതുപോലെ 2 പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മുട്ട അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് അരച്ച് വെച്ച തേങ്ങ ഇത് മാത്രം, അതായത് ജസ്റ്റ് ഒന്ന് വെള്ളം കൂട്ടിയിട്ട് അടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചുള്ള പച്ചമുളകും ഉള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി പോലെ ആ ഒരു ബാറ്റർ അവിടെ റെഡിയായി. ഇനി നമ്മൾ കോഴിമുട്ടേൻ്റെ ഉണ്ണി വേറെ തന്നെ മാറ്റി ഒരു പാത്രത്തിലേക്ക് ആക്കുക. എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ളത് ആ പച്ചമുളകും അതുപോലെ ചെറിയുള്ളിയും കരിവേപ്പിലയും മല്ലിയിലയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്ത് തേങ്ങയും കൂടി ഇട്ട് ഉപ്പിട്ട് വെള്ളത്തിൽ അടിച്ചെടുത്ത ഈ ഒരു ബാറ്റർ നമ്മുടെ ഈ ഉണ്ണിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എന്താക്കുക വെച്ചാൽ ഇതുപോലെ ഈ ഒരു മുട്ടൻ്റെ വെള്ള ഭാഗം അതിലേക്ക് നമ്മൾ തിരിച്ച് ഉണ്ണി എടുത്ത ഭാഗത്തൊക്കെ ഫില്ല് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നു കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ തേച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പത്ത് നല്ലൊരു പാൻ വെച്ചിട്ട് അത് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അതിന് മുമ്പേ നമുക്ക് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് ഈ മസാല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് നമ്മളിപ്പോൾ പൊരിക്കാൻ പോകുന്ന ഈ ഒരു മാവിൻ്റെ ബാറ്ററിലേക്ക് തന്നെ കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. വെറുതെ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അവിടെ ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായി വരുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായി ചൂടായി വരുന്നുണ്ടോ എന്ന് നോക്കാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മാവ് പൊള്ളിച്ചത് അതിലേക്ക് സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് പൊന്തി വരുന്നുണ്ടെന്ന് കണ്ടാൽ ഇതുപോലെ മുട്ട മാവിൽ മുക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ ഭാഗവും നമ്മൾ ഇതുപോലെ വെച്ചെടുത്തിട്ട് നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിക്കുക കേട്ടോ. ഇതുപോലെ പരന്ന പാത്രത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി കുഴിയുള്ള പാത്രത്തിൽ ഒരു ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് നമ്മൾ പൊരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. മുട്ട ബജീൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇത് പരന്നിട്ടുള്ളൊരു പാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പാത്രം ഏതെടുക്കുന്നത് ചൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡി ആക്കിയത്. വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.